ഇടുക്കി പാമ്പനാറിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം ഇടിഞ്ഞു വീണു. സംഭവ സമയത്ത് തൊഴിലാളികൾ ആരും കെട്ടിടത്തിൽ ഇല്ലാതിരുന്നത് വൻ അപകടമാണ് ഒഴിവാക്കിയത്. പാമ്പനാർ സ്വദേശി ആഗ്നൽ എന്ന ആളുടെ കെട്ടിടമാണ് തകർന്നു വീണത്. കെട്ടിടത്തിന്റെ 5 നിലയും പില്ലറിലാണ് നിർമ്മിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്നതേയുള്ളൂ. ഇതിനിടെയാണ് കെട്ടിടം തകർന്നു വീണത്. കെട്ടിടം തകർന്നു വീണ സമയത്ത് ഇതിനുള്ളിൽ ആളുകളില്ലാത്തതിനാൽ അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം ഉണ്ടാകുന്നത്. കെട്ടിട നിർമ്മാണത്തിലുണ്ടായ അശാസ്ത്രതയാണ് കെട്ടിടം തകരാൻ കാരണമെന്നാണ് നിഗമനം. 3:30 മണിക്ക് ഇടിമുഴക്കം ഒരു ശബ്ദം കേട്ട് നമ്മൾ ഇറങ്ങി നോക്കുമ്പോൾ കെട്ടിടം താഴോട്ട് വരുന്നതാണ്. കെട്ടിടം താഴേക്ക് വന്ന് ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റ് ഉൾപ്പെടെ പതിച്ചതായിട്ട് ഇപ്പോൾ നമ്മുടെ കെട്ടിടത്തിൻ്റെ ഞങ്ങൾ താമസിക്കുന്ന കെട്ടിട സൈഡിൽ ഇടിച്ച് നിൽക്കുകയാണ്. ഈ കെട്ടിടം അശാസ്ത്രീയമായ പിഴവ് സംബന്ധിച്ചുകൊണ്ടാണ് ഈ കെട്ടിടം താഴെ പോയത്. ഇതിൻ്റെ സർക്കാരിൻ്റെ പെർമിറ്റ് 2 സ്റ്റോറേജ് മാത്രമേ ഉള്ളൂ. ഈ കെട്ടിടം ഇപ്പോൾ 5 സ്റ്റോറേജ് 5 നില കെട്ടിടമാണ് ഇപ്പോൾ താഴെ പോയിരിക്കുന്നത്. കൊട്ടാരക്കര ദിണ്ടുഗൽ ദേശീയപാതയിൽ പീരുമേട് ടൗണിൽ തിരുഹൃദയ ദേവാലയത്തിന് എതിർവശമാണ് കെട്ടിടം നിർമ്മിച്ചിരുന്നത്. റോഡിന്റെ ഒരു വശത്ത് താഴ്ചയിൽ നിന്നാണ് കെട്ടിടം നിർമ്മിച്ചു വന്നിരുന്നത്. റോഡിൽ നിന്നും വിട്ടു നിർമ്മിച്ചതിനാൽ ഇതിന്റെ മുൻവശത്ത് മണ്ണിട്ട് നികത്തിയിരുന്നു. ശക്തമായ മഴ പെയ്ത സമയത്ത് മണ്ണിരുന്നതാകാം കെട്ടിടമിടിയാൻ കാരണമെന്നാണ് നിഗമനം. ഇടിഞ്ഞു വീണ കെട്ടിടത്തിന് സമീപത്തായി വീടുകളുമുണ്ടായിരുന്നു. ശബ്ദം കേട്ടോടിയെത്തിയ സമീപവാസികളാണ് ആദ്യം വിവരമറിഞ്ഞത്. പാമ്പനാർ സ്വദേശിയായ അഗ്നലിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണിത്. ഇടിഞ്ഞു വീണ കെട്ടിടത്തിന് സമീപത്തായി മറ്റു വീടുകളുമുണ്ട്. ഇവിടെയെല്ലാം താമസക്കാരുമുള്ളതാണ്. ഇടിഞ്ഞ സമയത്ത് ഈ ഭാഗത്തേക്ക് കെട്ടിടം പതിക്കാതിരുന്നത് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.